നേരത്തെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനും ഒരമ്മ പെറ്റ മക്കളെ പോലെ നമ്മൾ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് മുമ്പോട്ട് പോയി. അവിടെ ആദ്യമായി കോൺഗ്രസ്സിന് അടിത്തറ കെട്ടിപ്പോക്കിയ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയ ആളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇവിടെ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നം, വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. കാലത്തിൻ്റെ ഒരു ഗതി അനുസരിച്ച് അദ്ദേഹം അതിനകത്തു നിന്ന് പാർട്ടിയുടെ ഇതിൻ്റെ സജീവ രംഗത്തു നിന്ന് അദ്ദേഹം അങ്ങോട്ട് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ ഒഴിവാക്കാനോ അദ്ദേഹത്തെ കൈയൊടിയാനോ കോൺഗ്രസിലെ പ്രവർത്തകന്മാരോ നേതാക്കന്മാരോ ആരും ശ്രമിച്ചിട്ടില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ രാഷ്ട്രീയ ഔന്നത്യം എല്ലാ ആളുകൾക്കും അറിയാം. ആ ഔന്നത്യത്തിൻ്റെ പുറത്താണ് ഞങ്ങളെല്ലാം ഒരു കാലത്ത് സഞ്ചരിച്ചത്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും മുല്ലപ്പള്ളിയെ കൈവിടുന്ന വിഷയമില്ല. പിന്നെ ഇന്ന് കേരളത്തിൽ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ്. ആ താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിൽ ഒരു മുട്ടുസൂചി ആയുധമാക്കേണ്ടി വന്നാൽ ആ മുട്ടുസൂചി ആയുധമാക്കുക എന്നതാണ് രാഷ്ട്രീയമായ ശൈലി. അതിലേക്കാണ് ഞങ്ങളൊക്കെ പോകുന്നത്. ഞങ്ങളെല്ലാ പ്രദേശത്തുമുള്ള എല്ലാ ആളുകളെയും ഞങ്ങൾ ഇതുപോലെ പോയി കണ്ട് സംസാരിച്ച് കൂടെ നിർത്തി നമുക്ക് ആവേശം പകരാൻ അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിൻ്റെ തുടക്കമാണ് ഇവിടെ. ആ തുടക്കത്തിൻ്റെ അകത്ത് അദ്ദേഹം ഞങ്ങളോട് 100% സഹകരിക്കുന്നു. ആ സഹകരണം ഞങ്ങളെ പാർട്ടിക്കൊരു കരുത്ത് പകരുന്ന ഒന്നായി നാളെ മാറും. നാളെ ഈ പാർട്ടിയുടെ ഒരു കരുത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കരുത്തായിരിക്കും എന്ന് കൂടി ഞാൻ കൂട്ടി പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് അങ്ങനെ തോന്നാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ എന്നാൽ പോലും നമ്മുടെ ഭാഗത്തൊരു പിഴവ് വന്നില്ല എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞാൽ ഞാനന്നതിൻ്റെ ഔദ്യോഗിക ഭാരവാഹിയൊന്നുമല്ല. അന്നത്തെ ഭാരവാഹികൾ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് പക്ഷേ ആരും ഇത് ഒരു സീരിയസ് ആയി എടുത്തിട്ടില്ല. മുല്ലപ്പള്ളി പോലും സീരിയസ് ആയി എടുത്തിട്ടില്ല. അതങ്ങ് തള്ളി അദ്ദേഹം അങ്ങ് പോയതാണ് മുൻപോട്ട്. ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നേ ഞാൻ പറഞ്ഞ മലയാളം മനസ്സിലാവുന്നില്ലേ? ഇംഗ്ലീഷ് പറയണ? ഞാനും മുല്ലപ്പള്ളിയും തമ്മിൽ ഒരു തർക്കവും ഇല്ല. ഇന്ന് വരെ ഒരു തർക്കവും ഇല്ല. ഇദ്ദേഹം കണ്ണൂരിൽ ആദ്യം മത്സരിക്കാൻ വരുമ്പോൾ ഞാനൊക്കെ ചെറുപ്പാണ്. ആ മത്സര രംഗത്ത് ഇദ്ദേഹത്തിൻ്റെ മുന്നണി പടയാളിയായി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നൊരാളാണ് ഞാൻ. അത് അന്ന് മുതലുള്ള മുല്ലപ്പള്ളിയുടെ ബന്ധത്തിൻ്റെ അകത്ത് ഞാനും മുല്ലപ്പള്ളിയും തമ്മിൽ ഒരു ചെറിയ നേരിയ ഒരു 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 ഭിന്നത പോലും നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. അത് വേണം. അതിൽ ദുഃഖമുണ്ട്. അത് തിരുത്തുകയാണ് ഞാൻ. തിരുത്തുകയാണ്. ആ തിരുത്താനാണ് ഞാൻ വന്നത്. ഇത്തിരി വൈകി പോയിട്ടുണ്ടാവാം. പക്ഷേ അത് ബോധപൂർവമല്ല. ഇന്ന് നമുക്കതൊരു അനിവാര്യമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സാന്നിധ്യവും സേവനവും പാർട്ടിക്ക് അനിവാര്യമാണ് എന്ന് തോന്നൽ നമുക്കുണ്ടായപ്പോഴും ഞങ്ങൾ എല്ലാം ഇവിടുത്തെ കോൺഗ്രസ് ജില്ലയിലെ നേതാക്കന്മാരുമായി സംസാരിച്ച് ഞാൻ അദ്ദേഹത്തെ കാണാൻ വന്നു. അദ്ദേഹം അത് ഹൃദയപൂർവ്വം സ്നേഹത്തോടെ അത് സ്വീകരിച്ചു. ആ സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിൻ്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇവിടുന്ന് പോകും. നമ്മൾ ജ്യേഷ്ഠാനുജന്മാർ പോകുന്ന പോലെ ഞങ്ങൾ പോകും. മറ്റൊരു കാര്യം, ശശി തരൂർ അങ്ങോട്ടേക്ക് വരാം. ഈ ശശി തരൂരിന്റെ നിലപാടിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതൊന്നും അങ്ങനെയല്ല, ഈ വ്യാവസായിക സൗഹാർദ്ദം എല്ലാം തരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പാർട്ടി എങ്ങനെയാണ്? സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് തിരുത്താൻ അത്രയൊക്കെ മാറ്റി പറയാനും തിരുത്താനും അദ്ദേഹം തയ്യാറായില്ലേ? ആ വലിയ മനസ്സിൽ നമുക്ക് നന്ദി പറയണ്ടേ? അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം വേറെ ഒരു ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അത്ര വലിയൊരു അബദ്ധമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പദപ്രയോഗം അദ്ദേഹം ഉപയോഗം നടത്തി എന്നത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അകത്ത്. അത് അദ്ദേഹം തന്നെ സംസാരിച്ച് തിരുത്തി. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയിലധികം അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? അദ്ദേഹത്തെ നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ അദ്ദേഹത്തെ കൊണ്ടുപോകും. ഒരു കാര്യമുണ്ട്, താമരശ്ശേരിയിലെ കഴിഞ്ഞ ദിവസം കുട്ടിയുടെ കൊലപാതകം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽപ്പെട്ട പ്രതിയുടെ അച്ഛൻ TP വധക്കേസിലെ പ്രതിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. കുടുംബം ആരോപിക്കുന്നത് രാഷ്ട്രീയ ബന്ധമുണ്ട് ഇവർക്കെന്നൊക്കെയാണ്. ഉണ്ടാവാം. അദ്ദേഹത്തിന് രാഷ്ട്രീയ ബന്ധം ഇല്ലെങ്കിൽ പിന്നെ അദ്ദേഹം എങ്ങനെയാണ് ആ സ്ഥാനത്തേക്ക് എത്തുന്നത്? ഇപ്പോൾ സ്വാഭാവികമായും CPM-നെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു വിഷയമാണോ? ഈ ഒരു കൊലപാതകമൊക്കെ എത്ര പേരെ കൊന്നുകൊണ്ടിരിക്കുന്നു? എത്ര ആളുകൾക്കെതിരെ അവർ ചങ്ങല വലിക്കുന്നു? അവർക്കെന്ത് ന്യായം? അവർക്കെന്ത് നിയമം? അവർക്കെന്ത് സൗഹൃദം? ഒന്നുമില്ലല്ലോ. അങ്ങനൊരു പാർട്ടിയല്ലേ. ഇപ്പം ഞാൻ ചോദിക്കുന്നത് ആശാ വർക്കേഴ്സ് ഈ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന ഒരു ആളുകളാണ് ഈ ആശാ വർക്കേഴ്സ്. കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവരുടെ സമരം പൊളിക്കാൻ ഇന്നലെ പോലീസുകാർ പന്തൽ പൊളിച്ചു എന്ന് പറഞ്ഞാൽ അവരോട് കാണിക്കുന്ന നികൃഷ്ടമായ
നിഷ്ഠൂരമായ മനസ്സിൻ്റെ ഉടമസ്ഥതയല്ല ഇല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റുമോ? ഇന്നലെ അവർ മഴയത്താണ് ആ സ്ത്രീകൾ മുഴുവൻ കിടന്നത്, മഴയത്ത്. ഇന്ന് ഞാൻ രാവിലെ വിളിച്ച് എൻ്റെ പാർട്ടി പ്രവർത്തകരോട് പന്തലിടാൻ വേണ്ടി പറഞ്ഞു, പന്തലിട്ടിട്ടുണ്ട്. ആ പന്തൽ പൊളിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഇന്ന് ഞാൻ DGPയെ വിളിച്ച് ഒരുപാട് ഞാൻ ചൂടായി സംസാരിച്ചു.